ബ്രിങ് ഹെയർ ബാക്ക്. ഡാനി ഫിലിപ്പോ, മൈക്കൽ ഫിലിപ്പോ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത ഈ ഇംഗ്ലീഷ് ഹൊറർ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഇത് ആൻഡിയുടെയും സഹോദരി പൈപ്പറിന്റെയും കഥയാണ്. അവരുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മറ്റൊരു ഫാമിലി അവരെ ദത്തെടുക്കുന്നതും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ ഒരു കിഡിലൻ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ. ഈ പ്രേതമില്ലാതെ എങ്ങനെ നമ്മളെ പേടിപ്പിക്കാമെന്ന് കാണിച്ചു തരുന്ന ഒരു ഹൊറർ പടമാണിത്. അല്ലെങ്കിൽ മരിച്ചു പോയവരെയല്ല, ജീവിച്ചിരിക്കുന്നവരെയാണ് ശരിക്കും പേടിക്കേണ്ടത്. ടോക്ക് ടു മീ 2023 ഒരു കിഡിലൻ ഹൊറർ പടമായിരുന്നു. അതിന്റെ സംവിധായകരായ ഇരട്ട സഹോദരങ്ങൾ കൂടിയായ ഡാനി ഫിലിപ്പോ, മൈക്കൽ ഫിലിപ്പോ എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്ത പടമാണിത്. അവർ യൂട്യൂബേഴ്സ് ഒക്കെ ആയിരുന്നു, ഈ ഹൊറർ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സ്. ഇത് A24 പ്രൊഡക്ഷന്റെ പടവുമാണ്. സോ ഇത് റിലീസായ സമയത്ത് തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഇത് ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ ഇവിടെ വന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഒരു സ്ലോ ബേണിംഗ് ഹൊറർ ത്രില്ലർ ആണ്. പക്ഷെ അവസാനം വരെ ആകാംക്ഷ നിലനിർത്തുന്ന, ഫുൾ എൻഗേജിംഗ് ആയിട്ട് പോകുന്ന, സസ്പെൻസ്ഫുൾ ആയിട്ട് പോകുന്ന സ്ക്രിപ്റ്റ് ആണ്. എനിക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് തോന്നിയത്. വളരെ ഡിഫറെന്റ് ആണ്, അതേസമയം വളരെയധികം ഡിസ്റ്റർബിംഗും ആണ്. മിക്കവർക്കും അറപ്പ് തോന്നുന്ന കുറച്ച് ബോഡി ഹൊറർ സീൻസ്, വയലന്റ് രംഗങ്ങളൊക്കെ പടത്തിലുണ്ട്. അവസാനത്തെ ഒരു 30-40 മിനിറ്റ് വളരെ ഇന്റൻസ് ആണ്. എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ് ആണെന്ന് പറയാം. അത് കണ്ടിരിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. പിന്നെ സിനിമയുടെ പേരും കഥയ്ക്ക് പക്കാ മാച്ചാണ്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ പടത്തിലുള്ളൂ. ഇതിൽ ലോറ എന്ന അമ്മ ക്യാരക്ടറായിട്ട് വന്ന സാലി ഹോക്കിൻസിന്റെ ഗംഭീര പെർഫോമൻസ് തന്നെ പടത്തിലുണ്ട്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എന്നാൽ ഭയങ്കര ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒലിവർ എന്ന ഒരു കുട്ടി, വളരെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറാണ്. ജോന റൺ ഫിലിപ്സ് എന്ന ഒരു ബാലതാരമാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. നൈസ് ആണ്. ആന്റി ആയിട്ട് വന്ന ബില്ലി ബാരറ്റ്, പൈപ്പർ ആയിട്ട് വന്ന സോറ വോങ്ങും കിടു പെർഫോമൻസ് ആയിരുന്നു. ഇതിലെ ക്യാരക്ടേഴ്സിനോട്, പ്രത്യേകിച്ച് ഈ ആന്റി, പൈപ്പർ എന്നീ കഥാപാത്രങ്ങളോട്, ആ കുട്ടികളോട് നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് വല്ലാതെ തോന്നും. അവർക്കൊന്നും സംഭവിക്കല്ലേ എന്നൊരു ആഗ്രഹം നമുക്ക് പടം കാണുമ്പോൾ തോന്നും. സോ നല്ല ഇമോഷണൽ ഇമ്പാക്ട് ഉള്ള ഒരു സ്ക്രിപ്റ്റ് ആണ്. അതും പടത്തിന്റെ വലിയ പോസിറ്റീവ് ആണ്. നല്ല ക്യാമറ, എഡിറ്റിംഗ് എന്നിവയും പടത്തിന്റെ പ്ലസ് പോയിന്റുകളാണ്. ഒരു ബാസ്റ്റബിൽ നിന്നും പൂളിൽ വെള്ളം വീഴുന്ന ഷോട്ടിലേക്കുള്ള ഒരു ഡിസോൾവ് കട്ടുണ്ട്, അത് കിടുവായിരുന്നു. മൊത്തത്തിൽ ഒരു മഴയുടെ പശ്ചാത്തലമുള്ള ഒരു പടമാണ്. സോ ഈ മഴക്കാലത്ത് കാണാൻ പറ്റിയ ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണിത്. ഒപ്പം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പ്രൊഡക്ഷൻ വർക്ക് ആൻഡ് മേക്കപ്പും കിടുവായിരുന്നു. സോ മൊത്തത്തിൽ ടെക്നിക്കലി മികച്ച ഒരു സിനിമയാണ് ഇത്. എനിക്കിതിൽ വലിയ നെഗറ്റീവ് ഒന്നും അങ്ങനെ ഫീൽ ചെയ്തില്ല. ഒരു ഹൊറർ പടം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കണം എന്നൊരു തോന്നലാണ് ഈ പടം കണ്ടപ്പോൾ ഉണ്ടായത്. സാധാരണ ഇതിൽ എനിക്കിപ്പോൾ ഈ ഹൊറർ പടങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ച് ഈ പ്രേത സിനിമകളൊന്നും കാണുമ്പോൾ അങ്ങനെ പേടി തോന്നാറില്ല. പക്ഷെ മനുഷ്യർ നമ്മളെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്ന ആ ഒരു തോന്നലുണ്ടല്ലോ, ആ ഒരു കാര്യമുണ്ടല്ലോ, അത് പേടി വരുത്തും. അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ സിനിമയുടെ. ആകമൊത്തം ടോട്ടലിൽ ഒരു കിഡിലൻ സൈക്കോളജിക്കൽ ബോഡി ഹൊറർ ത്രില്ലറാണ് ബ്രിങ് ഹെയർ ബാക്ക്. എനിക്ക് പേഴ്സണലി പടം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമ ഇപ്പോൾ ഡീറ്റെയിലി അവൈലബിൾ ആണ്. പക്ഷേ ഇന്ത്യയിൽ മെയിൻ പ്ലാറ്റ്ഫോമിലൊന്നും നിലവിൽ ലഭ്യമല്ല. VOD ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുമല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ച് കാണുക. ഗോർ, വയലന്റ്, ബ്രൂട്ടൽ, ബോഡി ഹൊറർ രംഗങ്ങൾ, കുറച്ച് ന്യൂഡിറ്റി ഒക്കെ ഉള്ളതുകൊണ്ട് കുട്ടികളെ കാണിക്കരുത്. 18+ ആണ്, അത് ഓർക്കുക. 1 മണിക്കൂർ 39 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.